So guys, this is Arshil Jain and I'm with NC. So guys, welcome to my solo podcast. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് എന്ന് പറയുന്നത് ദി ഇൻഫ്ലുവൻസ് ഓഫ് സോഷ്യൽ മീഡിയ ഇൻ പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റ്. നവമാധ്യമങ്ങൾ നമ്മുടെ സ്വഭാവ രൂപീകരണത്തെ എങ്ങനെ സ്വാധീനിക്കുന്നു എന്നതാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്. Nowadays, the usage of social media is like limitless. ഒരു ലിമിറ്റും ഇല്ലാതെയാണ് ആൾക്കാർ സോഷ്യൽ മീഡിയയുടെ ഉപയോഗം ഡേ ടു ഡേ ലൈഫിൽ കൂടിക്കൂടി വരുന്നത്. ഒരു ശരാശരി മനുഷ്യൻ അവൻ്റെ ലൈഫിൽ 6 to 8 years ലൈഫ് സ്പാൻ, അവൻ്റെ ടോട്ടൽ ലൈഫ് ടൈമിൽ 6 മുതൽ 8 വർഷം വരെയാണ് അവൻ സോഷ്യൽ മീഡിയയിൽ സ്പെൻഡ് ചെയ്യുന്നത്. ഇത് അവൻ്റെ ടോട്ടൽ സ്ക്രീൻ ടൈം അല്ല, അവൻ്റെ സോഷ്യൽ മീഡിയ എൻഗേജ്മെൻറ്റ് മാത്രമാണ്. ടോട്ടൽ സ്ക്രീൻ ടൈമിലേക്കൊക്കെ നമ്മൾ പോയി കഴിഞ്ഞാൽ ദ നമ്പേഴ്സ് വിൽ ബി വെരി ബിഗ്. അപ്പം ഇത്രയും ടൈം നമ്മൾ സ്പെൻഡ് ചെയ്യുന്ന ഒരു പ്ലാറ്റ്ഫോം നമ്മുടെ പേഴ്സണാലിറ്റി എങ്ങനെ ഓൾട്ടർ ചെയ്യുന്നു എന്നതാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നത് വളരെ ഫ്ലൂയിഡ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. ലൈക്ക് അത് ഭയങ്കര കോംപ്ലക്സ് ആണ്. അതിനെ ഒരു 3 ടോപ്പിക്കായിട്ട് ചുരുക്കിയാണ് നമ്മളിന്നിവിടെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. ഇതിനെ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന 3 മെയിൻ ഫാക്ടേഴ്സ് ഉണ്ട്: ബയോളജിക്കൽ, എൻവയോൺമെൻറ്റൽ ആൻഡ് സൈക്കോളജിക്കൽ. ഈ 3 ഫാക്ടേഴ്സാണ് നമ്മുടെ പേഴ്സണാലിറ്റിയെ ഫുള്ളി ഡിസൈൻ ചെയ്യുന്നത്. ഈ 3 ട്രേറ്റ്സ് ആണ്. അപ്പം ഇതിൽ ഫസ്റ്റ് ആണെന്ന് പറയുന്നത് ജനറ്റിക്കൽ എന്ന് പറയുന്നത് നമ്മുടെ ആൻസിസ്റ്റേഴ്സ്, നമ്മുടെ അച്ഛൻ, അമ്മ, അപ്പൂപ്പൻ, അവരിൽ നിന്നൊക്കെ നമുക്കുണ്ടാകുന്ന അവരുടെ സ്വഭാവത്തിൻ്റെ ഭാഗമായിട്ട് നമുക്ക് കിട്ടുന്ന കാര്യങ്ങളുണ്ട്. ഇതല്ലാതെ എൻവയോൺമെൻറ്റ് എന്ന് പറയുമ്പോൾ നമ്മുടെ ചുറ്റുമുള്ള സമൂഹം, നമ്മളെ വളർത്തിയ രീതി, നമ്മളെ പേരൻസ് നമ്മളെ വളർത്തുന്ന രീതി, ഈ സൊസൈറ്റിയുടെ ആചാരങ്ങൾ, അത് നമ്മളിലേക്ക് ഇമ്പോസ് ചെയ്യുന്ന വാല്യൂസ്, അങ്ങനെ കുറേ ഡീറ്റെയിൽസാണ് ഈ എൻവയോൺമെൻറ്റിനകത്ത് വരുന്നത്. ആൻഡ് ലാസ്റ്റ് ആണ് ഈ സൈക്കോളജിക്കൽ. ഈ സോഷ്യൽ മീഡിയയുടെ റീജിയൻ വരുന്നത് ഈ സൈക്കോളജിക്കലിനകത്താണ്. അതാണ് നമ്മൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഈ സൈക്കോളജിക്കൽ ഫാക്ടേഴ്സിൽ 4 മെയിൻ സൈക്കോളജിക്കൽ ഇഷ്യൂസ് ആയിട്ടാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതിൽ ഫസ്റ്റ് വണ്ണാണ് കമ്പാരിസൺ എന്ന് പറയുന്നത്. നമ്മൾ ഈ സോഷ്യൽ മീഡിയ കാണുന്ന വളരെ ക്യൂറേറ്റഡ് ആയിട്ടുള്ള അൺഫിൽറ്റേർഡ് ടാഗ് വെച്ചിട്ട് വളരെ ഫിൽറ്റേഡ് ആയിട്ടുള്ള ലൈഫ് സ്റ്റൈൽ ആൾക്കാർ പ്രസൻറ്റ് ചെയ്യുന്നതാണ് നമ്മൾ മെയിൻലി കാണുന്നത്. നമ്മൾ ഈ സോഷ്യൽ മീഡിയ കാണുന്നതെന്ന് പറയുന്നത് മറ്റുള്ളവരുടെ ലൈഫിലെ അച്ചീവ്മെൻറ്റ്സ്, അവരുടെ ലൈഫിലെ ബെസ്റ്റ് മൊമെൻറ്റ്സ്, അങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മൾ മെയിൻലി സോഷ്യൽ മീഡിയ കാണുന്നത്. അങ്ങനെ നമ്മുടെ ലൈഫിൽ ലാക്ക് ചെയ്യുന്ന കാര്യങ്ങൾ നമ്മൾ അതിൽ ശ്രദ്ധിക്കുകയും അങ്ങനെ നമ്മുടെ ലൈഫിനെ അവരുടെ ലൈഫായിട്ട് നമ്മൾ സബ് കോൺഷ്യസ്ലി കമ്പയർ ചെയ്യുന്നു. അതിലൂടെ നമ്മൾ നമ്മുടെ ലൈഫിനെ ജഡ്ജ് ചെയ്യുന്നു. ആ ഒരു ജഡ്ജ്മെൻറ്റിലൂടെ നമുക്കൊരു നിരാശ, ഒരു വിഷമം, ഇങ്ങനെയുള്ള ഒരു വികാരങ്ങളൊക്കെ ഉണ്ടാകുന്നു. അങ്ങനെ നമ്മുടെ സെൽഫ് കോൺഫിഡൻസ് കുറയും. നമ്മൾ ആളുകളിൽ നിന്ന് കൂടുതലായി വിട്ടു നിൽക്കാൻ തുടങ്ങുകയും അതിലൂടെ ലോൺലിനെസ്സിലേക്കും ഡിപ്രഷനിലേക്കൊക്കെ പോകാനുള്ള ചാൻസ് ഉണ്ട്. ഈ ഡിപ്രഷനിലേക്ക് എന്നൊക്കെ പറയുമ്പം ആൾക്കാർ വിചാരിക്കും ഞാൻ ഓവറാക്കാൻ വേണ്ടി പറയുന്നതാണ്. ബട്ട് ഡിപ്രഷൻ എന്നൊക്കെ പറയുന്നത് ഇതിൻ്റെ വെൽ എക്സ്ട്രീം സ്റ്റേജസ് ആണ്. അതിലേക്കുള്ള ദൂരം എന്നൊക്കെ പറയുന്നത് വളരെ കൂടുതലാണ്, പക്ഷേ അതിലേക്കുള്ള വഴി ഒട്ടും പാടുള്ളതല്ല. സോ കമ്പാരിസന് ശേഷം അടുത്തായിട്ട് വരുന്നത് അറ്റൻഷൻ സീക്കിംഗ് ആൻഡ് വാലിഡേഷൻ. ഹിയർ പീപ്പിൾ ഗെറ്റ് മോർ ദാൻ ദ ഡിസർവ്. ഈ സോഷ്യൽ മീഡിയയിൽ ആളുകൾ അർഹിക്കുന്നതിലും കൂടുതലായിട്ടുള്ള അറ്റൻഷൻ അവർക്ക് ലഭിക്കുന്നു. ഈ ആളുകളൊന്നും സ്വാഭാവികമായിട്ടും നാച്ചുറലി ഇത്ര കരിസ്മാറ്റിക് ആയിട്ടുള്ള ആളുകളല്ലെങ്കിൽ കൂടി അവർക്ക് ഈ സോഷ്യൽ മീഡിയയിൽ നിന്നും അവരുടെ നാച്ചുറൽ സെൽഫിൽ കിട്ടാവുന്നതിലധികം അറ്റൻഷൻ അവർക്ക് സോഷ്യൽ മീഡിയയിലൂടെ ലഭിക്കുന്നു. ആൻഡ് ഒരു ഇൻസ്റ്റൻസിൽ ഈ അറ്റൻഷൻ കിട്ടാതെ വരികയാണെങ്കിൽ, കിട്ടിയ അറ്റൻഷൻ പോരാതെ വരിക ചെയ്ത് കഴിയുമ്പോൾ ഇപ്പം നമ്മൾ സ്വാഭാവികമായിട്ട് ഒരു ഒരു റീലോ ഒരു പോസ്റ്റ് വരുമ്പം ആ ഒരു റീലിന് കിട്ടിയ റീച്ച് ആൻഡ് ലൈക്സ് അടുത്ത പോസ്റ്റ് ഇടുമ്പോൾ അതിന് കിട്ടണമെങ്കിൽ യാതൊരു നിർബന്ധമില്ല. സോ ഇതിൻ്റെ റിവാർഡിങ് സിസ്റ്റം വർക്ക് ചെയ്യുന്നത് വളരെ റാൻഡമായിട്ടാണ്. ഇപ്പം നമ്മളൊരു പോസ്റ്റ് ഇട്ടാൽ അതിൻ്റെ പുറകെ വരുന്ന അടുത്ത പോസ്റ്റിന് അതേ റീച്ചോ ലൈക്സോ കിട്ടണമെന്ന് യാതൊരു നിർബന്ധമില്ല. അതുകൊണ്ട് നമ്മൾ വീണ്ടും ഇത് റെപ്പറ്റേറ്റീവായിട്ട് ചെയ്യാൻ നമ്മളെ പ്രേരിപ്പിക്കുന്നു. കൂടുതൽ പീപ്പിൾ അക്സെപ്റ്റ് ചെയ്യുന്ന കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി നമ്മൾ പുഷ് ചെയ്യുന്നു. അതുകൊണ്ട് അവരുടെ നാച്ചുറൽ സെൽഫ് വിട്ട് പുറത്തു വരാനും അവരുടെ നാച്ചുറൽ ബിഹേവിയറിൽ ചേഞ്ചസ് ഉണ്ടാവാനും അതിലൂടെ അവർ കൂടുതൽ ഫ്രസ്ട്രേറ്റഡ് ആവാനും ഒക്കെ കാരണമാകും. ആൻഡ് ഈ സോഷ്യൽ മീഡിയയിൽ നിന്ന് കിട്ടുന്ന വാലിഡേഷനൊക്കെ ഒരു ഇൻസ്റ്റൻറ്റ് ഗ്രാറ്റിഫിക്കേഷൻ, ഒരു ഫ്ലീറ്റിംഗ് ജോയ് മാത്രമാണ്. യഥാർത്ഥ സന്തോഷത്തെ പോലെ ദീർഘകാലം നിലനിൽക്കില്ല. യഥാർത്ഥ സന്തോഷം എന്ന് പറയുന്നത് ആസ്വീയുള്ളൂ. മനുഷ്യരെന്ന് പറയുന്നത് ഒരു സോഷ്യൽ ബീയിങ് ആണ്. ആൻഡ് ഈ യഥാർത്ഥ സന്തോഷം എന്ന് പറയുന്നത് ദീർഘകാലം നിലനിൽക്കുന്നതാണ്. അതെന്ന് പറയുമ്പോൾ നമ്മൾ ആൾക്കാരായിട്ട് ഹെൽത്തി ആൻഡ് മീനിങ് ആയിട്ടുള്ള കണക്ഷൻസ് ക്രിയേറ്റ് ചെയ്യുക, പുതിയ ബന്ധങ്ങൾ ഉണ്ടാക്കുക, ആൾക്കാരുമായിട്ട് നല്ല മീനിങ് ആയിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള കണക്ഷൻസ് സ്ഥാപിക്കുക, പിന്നെ നമുക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ ചെയ്യുക, പുതിയ കാര്യങ്ങൾ ചെയ്യാനുള്ള മോട്ടിവേഷൻ, അങ്ങനെയുള്ളൊരു ഹാപ്പിനെസ് ഒക്കെയാണ് നമ്മൾ യഥാർത്ഥ ലൈഫിൽ നമ്മൾ മുമ്പോട്ട് നയിക്കുന്നത്.
അടുത്തതാണ് സോഷ്യൽ ഐസൊലേഷൻ. ഈ സോഷ്യൽ ഐസൊലേഷൻ എന്ന് പറയുന്നത് ഈ സോഷ്യൽ മീഡിയയിൽ നിന്ന് ലഭിക്കുന്ന നമുക്ക് ഇൻസ്റ്റൻറ്റ് ഗ്രാറ്റിഫിക്കേഷൻ, ഞാൻ ഇതിന് മുമ്പത്തെ ടോപ്പിക്ക് പറഞ്ഞ പോലെ ഒരു ഫ്ലീറ്റിംഗ് ജോയ്, അങ്ങനെയുള്ളൊരു ജോയ്, അതിനുണ്ടാകുന്ന ഒരു ലഹരിയിൽ ആൾക്കാർ കൂടുതൽ അതിലേക്ക് ഫോക്കസ് ആവുകയും റിയൽ ലൈഫിലുള്ള റിലേഷൻഷിപ്പിൽ അവരുടെ ഫോക്കസ് നഷ്ടപ്പെടുകയും അത് ഗ്രാജുവലി നശിക്കുകയും ചെയ്യുന്നു. അതുപോലെ നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്തതുപോലെ തന്നെ കമ്പാരിസൺ, അവരവരുടെ കറണ്ട് റിലേഷൻഷിപ്പിനെ ജഡ്ജ് ചെയ്യുന്നു, അതിലൂടെ അവർ അൺസാറ്റിസ്ഫൈഡ് ആവുന്നു, അവരവരുടെ പാർട്ട്ണറും ഫ്രണ്ട്സുമായിട്ടുള്ള റിലേഷൻഷിപ്പിനെ ഡൗട്ട് ചെയ്യുന്നു. അങ്ങനെ നമ്മൾ ഗ്രാജുവലി സമൂഹത്തിൽ നിന്ന് കൂടുതലായിട്ട് വിട്ടു നിൽക്കുകയും ഗ്രാജുവലി വിഷാദത്തിനൊക്കെ കാരണമാകും. ആൻഡ് ദ ലാസ്റ്റ് ടോപ്പിക് ഈസ് പേഴ്സ്പെക്റ്റീവ് ബയസിങ്. ഈ പേഴ്സ്പെക്റ്റീവ് ബയസിങ്ങിനെ പറ്റി ഞാൻ എൻ്റെ ഫ്രണ്ടായിട്ട് ഡിസ്കസ് ചെയ്തപ്പോഴാണ് ശരിക്കും ഈ വീഡിയോയുടെ ഐഡിയയിലേക്ക് ഞാൻ എത്തുന്നത്. നമ്മൾ ഡേ ടു ഡേ ലൈഫിൽ സോഷ്യൽ മീഡിയയിൽ ഒരുപാട് കാര്യങ്ങൾ കാണുന്നു. അത് നമുക്ക് താല്പര്യമുള്ള കാര്യങ്ങൾ നമ്മൾ സ്കിപ്പ് ചെയ്യാതിരിക്കുന്നത്, ഈവൻ ദോ നമ്മൾ അതിൽ ലൈക്ക് ചെയ്യുന്നില്ല എങ്കിൽ കൂടി അതിൻ്റെ സ്കിപ്പ് റേറ്റ് കുറയും. ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൊരു പ്രൊഫഷണൽ അക്കൗണ്ട് കീപ്പ് ചെയ്യുന്ന ആൾക്കാർക്ക് അറിയാം സോഷ്യൽ മീഡിയയിൽ സ്കിപ്പ് റേറ്റ് ഉണ്ട്. നമ്മൾ പോസ്റ്റ് ഇട്ടാലും റീൽ ഇട്ടാലും അതിനൊക്കെ ഒരു സ്കിപ്പ് റേറ്റ് ഉണ്ട്. നമ്മളപ്പോൾ ഇങ്ങനെയുള്ള വീഡിയോസ് കൂടുതലായിട്ട് കാണുമ്പോൾ അത്തരം വീഡിയോകളുടെ സ്കിപ്പ് റേറ്റ് കുറവായിരിക്കും. അപ്പോൾ ഈ പാറ്റേൺ അൽഗോരിതം നോട്ട് ചെയ്യുന്നു, എന്നിട്ട് അത്തരം കണ്ടന്റുകളുള്ള വീഡിയോകൾ കൂടുതലായിട്ട് നിങ്ങളിലേക്ക് എത്തിക്കുന്നു. അങ്ങനെ വരുമ്പോൾ നമ്മൾ അതേ വിഷയത്തിന് മറ്റ് ആസ്പെക്ട്സിനെ നെഗ്ലക്റ്റ് ചെയ്യുന്നു, നമ്മുടെ തീരുമാനങ്ങളെ ചിന്തകളെയൊക്കെ അത് സ്വാധീനിക്കുന്നു. സൊസൈറ്റിയിൽ ഒരു പോളറൈസേഷൻ, ഒരു ഭിന്നത ക്രിയേറ്റ് ചെയ്യാൻ ഇതിനെ കൊണ്ടുകൊണ്ട് കാരണമാകുന്നു. ഉദാഹരണത്തിന് നമുക്ക് രാഷ്ട്രീയം തന്നെ എടുക്കാം. ഇപ്പം നമുക്കൊരു രാഷ്ട്രീയ പാർട്ടിയോടോ അവരുടെ ഐഡിയോളജികളോടോ ഭിന്നത ഉണ്ടെങ്കിൽ നമ്മൾ ആ വിഷയത്തിൽ നമ്മുടെ ഇൻട്രസ്റ്റ് റേറ്റ് കൂടുതലായിരിക്കും. സോ നമ്മൾ ആ കണ്ടന്റുകൾ ഉൾക്കൊള്ളുന്ന വീഡിയോകൾ നമ്മൾ കൂടുതലായിട്ട് കൺസ്യൂം ചെയ്യുന്നു. അങ്ങനെ കൺസ്യൂം ചെയ്യുന്നതിലൂടെ നമ്മൾ ഒബ്ജക്റ്റീവ് തിങ്കിങ്ങിനെ നശിപ്പിക്കുക, നമ്മളൊരു മുൻവിധിയോടെ കാര്യങ്ങൾ സമീപിക്കാനുള്ളൊരു പ്രവണത നമ്മളുണ്ടാകുന്നു. അങ്ങനെ ഒരു ജഡ്ജ്മെൻ്റൽ ബിഹേവിയറോടെ കാര്യങ്ങൾ സമീപിക്കാൻ നമ്മളെ പ്രേരിപ്പിക്കുന്നു. അതിലൂടെ ഒരു തീവ്രവാദ സ്വഭാവം ആളുകളുണ്ടാകുന്നു. ഇനി തീവ്രവാദമുള്ള വാക്ക് കേൾക്കുമ്പോൾ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല, അതും ഒരു പെർസ്പെക്റ്റീവ് ബയസിങ്ങിൻ്റെയാണ്. ലൈക്ക് ആ വാക്കിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് ഒരു വ്യക്തി ഒരു ആശയത്തിൽ തീവ്രമായി വിശ്വസിക്കുകയും അതിൻ്റെ നെഗറ്റീവ് സൈഡിനെയൊക്കെ നെഗ്ലക്റ്റ് ചെയ്തുകൊണ്ട് അതിൻ്റെ ഒതൻറ്റിസിറ്റിക്ക് വേണ്ടി അവർ തീവ്രമായി വാദിക്കുന്നതിനെയാണ് തീവ്രവാദം എന്ന് പറയുന്നത്, അല്ലാതെ ബോംബിടുന്നതിനെയല്ല ശരിക്കും തീവ്രവാദം എന്ന് പറയുന്നത്. സോ ഇതാണ് നമ്മൾ ഇതിനകത്ത് ഡിസ്കസ് ചെയ്ത ഇഷ്യൂസ് എന്ന് പറയുന്നത്. സോഷ്യൽ മീഡിയയിൽ നമ്മുടെ സൈക്കോളജിക്കലി ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ ഇതൊക്കെയാണ്. ഇത് ഒരുപാടുണ്ട് ഇനിയും. ഇതാണ് ബേസിക് ആയിട്ട് വരുന്ന ഇഷ്യൂസ് ഇതൊക്കെയാണ്. ഇതിനൊരു സൊല്യൂഷൻ എന്ന രീതിയിൽ ഇപ്പോൾ സെർച്ച് ചെയ്യുകയാണെങ്കിൽ യൂഷ്വലി എന്താണ്, സോഷ്യൽ മീഡിയ ടൈം മാക്സിമം കുറയ്ക്കാൻ ശ്രമിക്കുക, റിയൽ ലൈഫിൽ ഫോക്കസ് ചെയ്യുക. പിന്നെ മെയിനായിട്ട് വരുന്നത് ക്രിറ്റിസിസം. നമ്മൾ സോഷ്യൽ മീഡിയ കാണുന്ന കാര്യങ്ങളുടെ ജെനുവിനിറ്റി അറിയാൻ ശ്രമിക്കുക. അതിപ്പോൾ നമ്മൾ എത്ര ട്രസ്റ്റ് സോഴ്സ് ആണെങ്കിലും അവർ ഉന്നയിക്കുന്ന കാര്യങ്ങളുടെ ജെനുവിനിറ്റിയെ പറ്റി അറിയാനുള്ള ശ്രമങ്ങൾ നടത്തുക. ട്രൈ ടു കൺസ്യൂം പോസിറ്റീവ് കണ്ടൻസ്, മാക്സിമം പോസിറ്റീവായിട്ടുള്ള കണ്ടൻസ് കൺസ്യൂം ചെയ്യാൻ ശ്രമിക്കുക. അല്ലാതെ മറ്റുള്ള ആൾക്കാരുടെ പേഴ്സണൽ ലൈഫിലേക്ക് നുഴഞ്ഞേറി നമ്മളെ സാഡിസ്റ്റിനെ ഉണർത്തുന്ന രീതിയിലുള്ളതല്ലാതെ ഇൻഫോർമേറ്റീവ് ആൻഡ് വാല്യൂ ബേസ്ഡ് ആയിട്ടുള്ള കണ്ടൻസ്, ഇപ്പം ഈ വീഡിയോ ഒക്കെ പോലത്തെ അങ്ങനത്തെ കണ്ടൻസ് ഫോളോ ചെയ്യാൻ ശ്രമിക്കുക. പിന്നെ ബി പോസിറ്റീവ്, ബി റെസ്പെക്ട്ഫുൾ ഇൻ സോഷ്യൽ മീഡിയ. ഓക്കെ, അങ്ങനെ വരുമ്പം നമുക്ക് വരുന്ന ഫീഡും നമുക്ക് വരുന്ന സജഷൻസും അതിനനുസരിച്ചായിരിക്കും. പിന്നെ വരുന്നതാണ് സോഷ്യൽ മീഡിയ ഡീടോക്സ്. ഇടയ്ക്കിടയ്ക്ക് സോഷ്യൽ മീഡിയയിൽ നിന്ന് ബ്രേക്ക് എടുക്കുക. ലൈക്ക് ലിറ്ററലി ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ ഫ്രണ്ട്സ് ചെയ്യുന്ന ട്രോളിനകത്ത് കാണുന്നതാണ്, പക്ഷെ അതൊരു ഗുഡ് തിങ് ആണ്, നല്ലൊരു കാര്യമാണ്. ഇടയ്ക്കിടയ്ക്ക് പറ്റുന്ന പോലെയൊക്കെ ബ്രേക്ക് എടുക്കുക. സോ നമ്മൾ ഡിസ്കഷൻ കൈകരിക്കുകയാണ്. ഈ ടോപ്പിക്കിനെ പറ്റി അറിയാൻ വേണ്ടി നമ്മൾക്ക് ഈ വീഡിയോ സെൻഡ് ചെയ്യാം. ഇനി ഞാൻ പറയുമ്പോൾ എൻ്റെ പേഴ്സണൽ ആയിട്ടുള്ള കുറച്ച് അഭിപ്രായങ്ങളാണ്. ഈ വീഡിയോ ഒക്കെ ഉണ്ടാക്കിയ എൻ്റെ അവസ്ഥ ഞാൻ എങ്ങനെയാണെന്ന് പറഞ്ഞുതരാം. ഈ കഴിഞ്ഞ സാറ്റർഡേ ഒരു സൺഡേ ഞാൻ ഈ വീഡിയോ ഒക്കെ ഉണ്ടാക്കാനുള്ള ഐഡിയ ഒക്കെ വന്നതിന് ശേഷം ഞാനിങ്ങനെ ഒരു റാൻഡം ഡേ, സൺഡേ ലീവാണ്, പ്രത്യേകിച്ച് പരിപാടിയൊന്നുമില്ല. സോ ഇങ്ങനെ ഇരുന്നപ്പം ഒരു ദിവസം വൈകിട്ട് ഞാൻ എൻ്റെ സ്ക്രീൻ ടൈം നോക്കി സോഷ്യൽ മീഡിയ ഇൻസ്റ്റാഗ്രാമിൻ്റെ 13 മണിക്കൂർ ഇൻസ്റ്റാഗ്രാം മാത്രം. 13 മണിക്കൂർ. ഞാൻ അത്ര നേരം ഉണർന്നിരിക്കുന്നെന്ന് തന്നെ ഞാൻ തിരിച്ചറിഞ്ഞത് അത് കണ്ടപ്പോഴാണ്. 13 മണിക്കൂർ ഒരു ആപ്പിൽ ഞാൻ സ്പെൻഡ് ചെയ്ത് ഒരു ദിവസം, ശനിയോ ഞായറോ ഏതോ ഒരു ദിവസം. ഈ 13 മണിക്കൂർ സ്ക്രീൻ ടൈം ഉണ്ടെന്ന് വിചാരിക്കും എനിക്ക് പ്രത്യേകിച്ച് പണിയൊന്നും ഇല്ലെന്ന്. ശരിക്കും പറഞ്ഞാൽ എനിക്ക് ഒരുപാട് കാര്യങ്ങൾ പ്രൊഡക്റ്റീവായിട്ട് ചെയ്യാനുണ്ട്, ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പോൾ ഈ കാര്യങ്ങളൊക്കെ എനിക്ക് ചിലപ്പോൾ അന്നേ ചെയ്യാൻ പറ്റിയിരുന്നതാണ്, പക്ഷേ അന്നൊന്നും ഞാനത് ചെയ്തില്ല. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല, ഞാനത് ചെയ്തില്ല. അപ്പം നമ്മൾ പൊതുവെ ഫ്രീ ടൈം എന്ന സമയങ്ങളിലാണ് പൊതുവെ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആ ടൈമൊക്കെ നമുക്ക് പ്രൊഡക്റ്റീവായിട്ട് ചെയ്യാൻ ഒരുപാട് കാര്യങ്ങളുണ്ട്. ആ സമയമൊക്കെയാണ് നമ്മളിങ്ങനെ സോഷ്യൽ മീഡിയയിൽ തോണ്ടി കളയുന്നത്. മാക്സിമം പ്രൊഡക്റ്റീവായിട്ടുള്ള, ഞാനിപ്പം കഴിഞ്ഞൊരു ഒരാഴ്ചയേ ആയിട്ടുള്ളൂ
ഏകദേശം എൻ്റെ ഒരു ഇൻസ്റ്റഗ്രാമിനെ മാക്സിമം ചുരുക്കി 2 hours എടുത്ത്. ഇപ്പം ഞാൻ നമ്മുടെ ഈ ഫോണിനകത്ത് ഇപ്പം ഞാൻ യൂസ് ചെയ്യുന്ന സാംസങ്ങിൻ്റെ ഫോൺ, അതിനകത്ത് ഡിജിറ്റൽ വെൽബീയിങ് എന്ന് പറയുന്ന സാധനമുണ്ട്. അതിൽ നമുക്ക് ടൈം സെറ്റ് ചെയ്യാൻ പറ്റും. ഞാനിപ്പം ഇൻസ്റ്റഗ്രാമിൽ 2 hours കൊടുത്തേക്കുന്നത്. അപ്പം ഒരാഴ്ചയായിട്ട് ഈ 2 hours ഉള്ളു. അപ്പോൾ ഈ 2 hours ബാക്കി ടൈം എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയാത്തതുകൊണ്ട് ഞാൻ വെറുതെ ഇരിക്കുക. ആ വെറുതെ ഇരിക്കുന്ന സമയത്ത് അപ്പോൾ എനിക്ക് എന്തെങ്കിലും ഐഡിയാസോ കാര്യങ്ങളോ, ഇപ്പോൾ സ്ക്രിപ്റ്റിൻ്റെ കാര്യങ്ങളും ഈ അടുത്ത വീഡിയോയിൽ എന്ത് ചെയ്യണം എന്നുള്ളത്, ഇനിയിപ്പോൾ മുമ്പോട്ട് അടുത്തത് എങ്ങനത്തുള്ള വീഡിയോ ചെയ്യണം, അതിൻ്റെ കണ്ടൻസ്, ടോപ്പിക്സ്, അതിനെപ്പറ്റിയൊക്കെ ആലോചിക്കാനുള്ള ടൈം കിട്ടുന്നുണ്ട്. ഇപ്പോൾ ഈ സോഷ്യൽ മീഡിയ യൂസ് ചെയ്യുന്ന സമയത്ത് എനിക്ക് ലിറ്ററലി ഒന്നിനെ പറ്റി ചിന്തിക്കുന്നില്ല. ഞാൻ ചുമ്മാ ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് നോക്കിക്കൊണ്ടിരിക്കുക. ഇപ്പം ഒരു 10, 100, 1000 റീൽ കണ്ടാലും ഈ 2 റീല് മുമ്പത്തെ റീൽ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കറിയത്തില്ല. അങ്ങനത്തെ ഉള്ളൊരു മൈൻഡ് ഫോഗിലൂടെയാണ് പോയിക്കൊടുക്കുന്നത്. അപ്പം അതിൽ നിന്നൊക്കെ ഒരു മാറ്റം കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്യണം. പ്രൊഡക്റ്റീവായിട്ട് നമുക്ക് ചെയ്യാൻ ഒരുപാട് കാര്യങ്ങളുണ്ട്. മാക്സിമം ചെയ്യുക. ശുക്രൻ തന്നെ നമ്മുടെ ജീവിതം എഴുതി കൊടുക്കാതിരിക്കുക. അപ്പം ഓക്കെ, ബൈ. ഇനി ഇതൊക്കെ എഡിറ്റ് ചെയ്യണമല്ലോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. ഇതിനെപ്പറ്റി നിങ്ങൾ ആരോടെങ്കിലും സംസാരിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് ഈ വീഡിയോ ഷെയർ ചെയ്യുക. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം ദയവായി പരിഗണിക്കുക.